കൈകൾ ഉയർത്തി ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോരോ കാലത്ത് നമ്മുടെ ഓരോ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമുക്കെല്ലാ കാലത്തും കുറേ അധികം പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ദൈവത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തണുക്കെ പ്രാർത്ഥിച്ച് വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പറയൂ അത് കർത്താവിനോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കൂ. വീട്ടിലെത്തുമ്പോഴാണ് ദൈവമേ അവിടെ വരെ എത്തി മാതാവിന് നേരെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടും അത് പറഞ്ഞില്ലല്ലോ, മറന്നുപോയല്ലോ എന്നൊക്കെ ഓർക്കുമോ? മനുഷ്യന്മാരൊരിക്കലും പ്രാർത്ഥിച്ച് തീരത്തില്ല അവരുടെ പ്രശ്നങ്ങൾ. മനുഷ്യന്മാരൊരിക്കലും അവരുടെ പ്രാർത്ഥനകൾ അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് തീരത്തില്ല. വിഷയങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, അതിനാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. അപ്പം നമുക്ക് ഒരു ആധ്യാത്മിക ജീവിതം നമ്മുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വിഷയങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ പെരുകും. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങളേ ഉണ്ടാകത്തുള്ളൂ. പ്രാർത്ഥനകൾ തന്നെ വിഷയങ്ങളെ വിഴുങ്ങിക്കളയും. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷയങ്ങൾ വിഴുങ്ങുന്നുണ്ട്. ശരിക്കും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം വിഷയം ഒരു സബ്ജക്റ്റ് ഓറിയൻ്റഡ് ആയിട്ടൊരു ആധ്യാത്മികത അധികാരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ആധ്യാത്മികയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്, വിഷയസ്നേഹമല്ല. അതുകൊണ്ടാണ് ആധ്യാത്മികയുടെ ഇന്ധനമെന്ന് പറയുന്നത്. ഇന്ധനമില്ലാതെ ഒന്നും കത്തത്തില്ലല്ല. ജെറ്റ് വിമാനമായാലും വണ്ടിയായാലും കാറായാലും മുന്നോട്ട് പോകണമെങ്കിൽ പെട്രോൾ വേണം. ആധ്യാത്മികയുടെ ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയങ്ങളാണ്. അല്ല, വിഷയങ്ങളൊരു ഇന്ധനമാക്കിയാൽ അധികകാലം മുന്നോട്ട് പോകത്തില്ല. കാര്യം പ്രധാനപ്പെട്ട കാരണങ്ങൾ പല വിഷയങ്ങളും ആപേക്ഷികമായതുകൊണ്ടാണ്. റിലേറ്റീവ്, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് റിലേറ്റീവാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോഗം. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപേക്ഷികം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിയാണെന്ന്.
ചിലപ്പോഴേ കാലത്തിനൊരു കാലനാണ് എപ്പോഴും വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം ഒരു വില്ലനായിട്ട് പ്രവർത്തിക്കും. കാലം മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെ നിങ്ങൾക്ക് പണിയായിട്ട് വരും. ഇപ്പോൾ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ ടെക്കി ആകാൻ വേണ്ടി നിങ്ങൾ, എനിക്ക് വേറെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ ജീവൻ പണി എടുത്തോളാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ അമേരിക്കൻ ടെക്കി ആകാൻ വേണ്ടി ആൾക്കാർ എന്തുമാത്രം പ്രൊഫഷണൽസാണ് അതിനു വേണ്ടി പഠിച്ചതും MCA തൊട്ട് അങ്ങോട്ടുള്ള ഡിഗ്രികളെല്ലാം കമ്പ്യൂട്ടറിൽ എടുത്തതും എല്ലാം അമേരിക്കൻ പ്രോജക്റ്റ് എടുത്ത് ചെയ്യണം. എന്നിട്ട് അവരുടെ കമ്പനി ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അതിനുശേഷം ബാംഗ്ലൂർ വഴി ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോകണം. അവിടെ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്യണം. ആവശ്യത്തിന് കാശായിട്ട് ഒന്നെങ്കിൽ അവിടെ താമസിക്കണം. അപ്പോൾ നമ്മളൊരു അപേക്ഷ വെക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ആപ്പടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയുള്ള വിസയ്ക്ക് അദ്ദേഹം 70% തീരുവ കൽപ്പിച്ചു. അമേരിക്കൻ ടെക്കി വിസയ്ക്ക് 75% തീരുവ, 78% തീരുവ. എന്ന് വെച്ചാൽ കിട്ടുന്ന കാശ് അവിടെ തന്നെ കൊടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലായില്ലേ? നമുക്ക് ശമ്പളമായിട്ട് നമുക്ക് തരുന്ന കാശ് വിസ വാങ്ങിക്കാൻ വേണ്ടി ആ രാജ്യത്ത് തന്നെ കൊടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് അനാകർഷണമായി. ഇപ്പം അമേരിക്കൻ ടെക്കി വിസ എന്നുള്ളത് ഇപ്പം അനാകർഷണമായി. ഇതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളാണ് ദൈവദൃശ്യം വെക്കുന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ ചില സമയത്ത് നമ്മുടെ ആധ്യാത്മികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി ഇരിക്കുന്ന എപ്പോഴും എന്തിനു നിങ്ങൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. എന്താണ് വിഷയങ്ങൾ പറയരുതൊരിക്കലും. എന്തിനാണ് എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ കണ്ണടച്ച് പറയണം. എന്തിനാണ്? ഞങ്ങൾ ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടി. സിമ്പിൾ ഉത്തരവാണത്. എന്തിനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വെടിപ്പും മെനയുള്ള ഒരു ഉത്തരം, നമുക്ക് തിരിച്ച് പണി കിട്ടാത്ത ഒരു ഉത്തരവെന്ന് പറയണത് എന്തിനാണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ വളരാൻ. സിമ്പിളാണ്. ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ഒരു ചോദ്യോത്തര കലാപരിപാടി അല്ലാതെ, പറയാൻ വേണ്ടി അല്ലാതെ ദൈവത്തിന് കൂടി തോന്നണം. അത് നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതിൻ്റെ കാരണം ദൈവസ്നേഹത്തെ വളരാനാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ആത്യന്തികം പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് എയിം ദൈവസ്നേഹത്തിൽ വളരാനാണ്. ദൈവത്തിന് കൂടി ബോധ്യമായാൽ ഇത് ശരിക്കും സെൽഫ് എടുക്കും. തന്നെത്താൻ തന്നെ നമ്മൾ അശ്രദ്ധമായിരുന്നാലും ഉടമ്പടി മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങുമായി എടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയിലുള്ള ഈ ഉടമ്പടി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവസ്നേഹത്തില് വളരുകയും പുലരുകയും ചെയ്യുകയാണ്. ആ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, എൻ്റെ പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജൂബി വീനസ്. ഞാൻ നോർത്ത് ചാലക്കുടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, ഇത് മകള്. ഞാൻ 2/1/2020 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഞാൻ അറിയുന്നത് എൻ്റെ മകള് ചെറുതിലെ എന്നും വയ്യായികളായിരുന്നു. ഹോസ്പിറ്റലുകളിൽ മാറി മാറി അഡ്മിറ്റ് ആവുമായിരുന്നു. അങ്ങനെ എറണാകുളം
PVS ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു കൃപാസനം ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ കൂടുതൽ അടുത്തറിയുന്നത്. എനിക്കറിയാം, ഞാൻ പണ്ടേ മാതാവിൻ്റെ ഒരു ഭക്ത തന്നെയാണ്. പണ്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാതാവിൻ്റെ പെന്തക്കുസ്ത ഒരു അനുഭവത്തിലേക്ക്, പെന്തക്കുസ്തക്കാരുടെ ഒരു പ്രാർത്ഥനയിലേക്ക് വിളിച്ചപ്പോഴൊക്കെ മാതാവ് എന്നെ തട്ടി അതിൽ നിന്ന് മാറ്റി എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച്. ഞാൻ മാതാവായിട്ട് മുമ്പേ ഭക്തിയിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നതും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നതും. അന്ന് ഉടമ്പടി എടുത്ത സമയം കൊറോണയുടെ ടൈമായിരുന്നു. അന്ന് എനിക്ക് നന്നായിട്ട് അതിൽ നിൽക്കാൻ പറ്റിയില്ല. ആ 3 മാസത്തോടു കൂടി അന്ന് എൻ്റെ ഉടമ്പടി കട്ടായിപ്പോയിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മയുടെ വായിൽ ഒരു മുഴ പോലെ ഒരു തടിപ്പ്, അത് ഒരു 3-4 വർഷമായിട്ട് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അത് അമ്മയ്ക്ക് ആദ്യമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി വളരാൻ തുടങ്ങി. പിന്നെ വേദനയും ബുദ്ധിമുട്ടായപ്പോഴാണ് അമ്മ ഞങ്ങളോട് പറയുന്നത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അതൊരു വിരലിൻ്റെ പോലെ പൊങ്ങി വരികയാണ്. നല്ല പെയിനുണ്ടായി. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് പേടി തോന്നി. ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം, ഇനി വല്ല ക്യാൻസറിൻ്റെ ആണോ അങ്ങനെയുള്ള ചിന്തകളായി. പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വെച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങൾ തേച്ചു. അന്ന് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ്. ഉടമ്പടി തൈലം എടുത്ത് തേച്ചു. അന്നൊരു ക്രിസ്മസ് ദിവസമായിരുന്നു. എൻ്റെ അമ്മ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മമ്മിക്ക് ഏത് നേരം അതുമ്മ നാവുകൊണ്ട് തൊട്ട് നോക്കുന്ന ഒരു ശീലമുണ്ട്. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ മമ്മി നാവുകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ തന്നെ ജൂബിയുടെ മോളെ ഇങ്ങോട്ട് വന്നേടി എന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു പാട് പോലും ഇല്ല. പാടെന്ന് വെച്ചാൽ ഒട്ടുമില്ല, അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നണേ ഇല്ലാത്ത തരത്തിൽ അത് മാഞ്ഞു പോയി. ഇത് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദിയോടെ ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ എനിക്ക് അലർജിയുടെ തുമ്മൽ, ഏത് സമയവും തുമ്മലായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു. തുമ്മിക്കഴിഞ്ഞാൽ നിർത്തില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലാണ്. അത് പല ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചു ഒന്നും മാറാതെ നിൽക്കുന്നതാണ്. ഞാൻ ഉടമ്പടി തൈലം സ്ഥിരമായി തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തുമ്മൽ മാറി. ഞാൻ പിന്നീട് ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് 2024 വീണ്ടും പുതുക്കുന്നത്. ഡിസംബറിലാണ് ഞാൻ പുതുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ അതിനുശേഷം കണ്ടിന്യൂസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോൾക്ക് ഞാനൊരു 6ാം ക്ലാസ് വരെ അവളെ ഞാൻ കണ്ടിന്യൂസ് പഠിപ്പിക്കുകയായിരുന്നു. അന്നൊക്കെ അവൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി. പിന്നെ ഞാൻ വർക്കിനായിട്ട് ഇറങ്ങി. ഞാനൊരു നേഴ്സാണ്. അതിനുശേഷമാണ് ഞാൻ വർക്കിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവൾ പഠിപ്പിൽ ഉഴപ്പി. അവൾക്ക് തന്നെ പഠിക്കാനൊരിതില്ലേ, ഏത് നേരം ഞാൻ ഫുൾ ടൈം അവളുടെ കൂടെ ഇരിക്കണം. അപ്പോൾ അതിനെനിക്ക് പറ്റാതെ വന്നപ്പോൾ അവൾ പഠിപ്പിൽ വളരെ പുറകോട്ട് പോയി. ഞാനിത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവൾ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ കൂടുതൽ തന്നെ പഠിക്കാനുള്ളൊരു കൃപ അവൾക്ക് ലഭിച്ചു. മാത്സിൽ വളരെ വീക്കായിരുന്നു. ഇപ്പം തന്നെ അവൾ റെഫർ ചെയ്ത് നോക്കി പഠിക്കാനുള്ളൊരു കൃപയ്ക്ക് ഇപ്പോൾ അവൾക്ക് ലഭിച്ചു. ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. ഞാൻ ഒരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. കുറേ നാൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. എനിക്ക് നല്ലൊരു ജോലിയിൽ കയറാൻ അതുകൊണ്ട് പറ്റിയിരുന്നില്ല. ഞാനൊരു സ്കാൻ സെൻറ്ററിലാണ് കയറിയിരുന്നത്. അവിടെ സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു, പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വെച്ചിരുന്നു. ദൈവം പിന്നെ നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഏജ് 40 കടന്നതുകൊണ്ടും ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. മാതാവിൻ്റെ പ്രത്യേകമായുള്ള അനുഗ്രഹത്തിനും ഇടപെടലുമായിട്ട് എനിക്ക് ഒരു സർവീസ് ക്വാളിറ്റി അനലിസ്റ്റായിട്ട് ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടി. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ അനുഗ്രഹം, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് ലഭിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ.
ഞങ്ങൾ അഗതി മന്ദിരങ്ങളിലേക്ക് പോയി അവരെ സന്ദർശിച്ച് ആശുപത്രികളിൽ പോയിട്ട് രോഗികളെ സന്ദർശിച്ച് അവിടെ അവർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് പത്രം കൊടുത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോരായിരുന്നു. പിന്നെ ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടിക്കാരൻ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പൈസ ശേഖരിച്ച് ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ടു കൊടുക്കും. അതുകൂടാണ്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓരോ സാധനങ്ങൾ മേടിച്ച് അങ്ങനെയും കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പത്രം എല്ലാ പ്രാവശ്യവും വാങ്ങി വീടുകളിലും അതുപോലെ ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവ് വഴിയായിട്ട് ഉണ്ണീശോയ്ക്ക് നന്ദി പറയുന്നു. ത്രിത്വൈക ദൈവത്തിന് നന്ദിയും സ്തുതിയും, പരിശുദ്ധ അമ്മയ്ക്കും ത്രിത്വൈക ദൈവത്തിന് നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എൻ്റെ മോള് പറഞ്ഞു എൻ്റെ കവിളിൻ്റെ അവിടെ ഉണ്ടാവും ഒരു 4-5 വർഷത്തോളം അവിടെ ഒരു വലിയൊരു കവിളിൻ്റെ ഈ ഉള്ളിലായിട്ടൊരു വലിയ തടിപ്പ് അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനമായപ്പോൾ വേദന തുടങ്ങി. അങ്കമാലി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കരിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ആഴ്ച ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അത് ചെയ്യാനിരിക്കുകയാണ്. ഡിസംബർ 25-ാം തീയതി ഞാൻ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കണേക്ക് മുമ്പ് ഞാൻ എൻ്റെ നാവ് എപ്പോഴും അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി ഒരു 2:30 കൃത്യം 2:30 മണിക്ക് ഞാൻ തട്ടിപ്പടഞ്ഞ് എണീറ്റിപ്പോൾ നോക്കിയപ്പോൾ നാവ് അവിടേക്ക് തന്നെ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വായിലൊരു ബ്ലഡിൻ്റെ അംശം അല്ലെങ്കിൽ മറ്റു ചില വെള്ളം അങ്ങനെ എന്തെങ്കിലും കാണും. അതുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. മോളെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ കാണാനില്ല. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ദിവസം മുഴുവനും ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, മോളാണ് ഉടമ്പടി എടുത്തത്. ഈ ദിവസം മുഴുവനും എനിക്ക് പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മാതാവിനെ ഒരു 40 വയസ്സ് കഴിഞ്ഞ പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇപ്പം 64 വയസ്സായി. ആ സമയത്തൊന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ഈശോയുടെ തിരുക്കുമാരനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നത് കേൾക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അന്ന് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മകനോട് പ്രാർത്ഥിച്ചാൽ മതിയില്ല. ആ കൊച്ചു ചെറുപ്പത്തിലെ പ്രാർത്ഥനയൊന്നും ഉണ്ടായില്ല എങ്കിലും പ്രാർത്ഥിക്കാൻ തോന്നിയ നിമിഷം മുതൽ ഈശോയോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ ഈശോ എന്നെ അമ്മേനെ എനിക്ക് തന്ന എൻ്റെ കൂടെ നടത്തി കുറേ അനുഗ്രഹങ്ങളിൽ, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറ്റു പല ഇതുകളിൽ നിന്നൊക്കെ എല്ലാം എൻ്റെ മാതാവ് കൂടെ നടന്ന് രക്ഷിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നന്ദിയായി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ത്രിത്വൈക ദൈവത്തിനും നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാനായിട്ടും എൻ്റെ മോളും എൻ്റെ കൂടെ വരും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അനുദിന ദിവ്യബലികളിലും പിന്നെ കുമ്പസാരം മുടങ്ങാറില്ല. എല്ലാ പറ്റുന്ന സമയത്ത് നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തൊക്കെ കൊന്ത ചെല്ലാനുള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉടമ്പടിയിലൂടെ ലഭിച്ചു. ഇനി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുമെന്ന് ഞാൻ മാതാവിന് ഉറപ്പ് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സൗമ്യ, ഇതെൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2019 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ താമസിച്ചു പോയി. അതിന് ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2011 ജനുവരി മാസമായിരുന്നു. എന്നാൽ വളരെ നാളുകളായിട്ടും ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കലും ഒന്നിച്ച് താമസിക്കാനും സാധിച്ചിരുന്നില്ല. ഞാൻ 2019 ഉടമ്പടി എടുത്ത സമയത്ത് അത് എൻ്റെ ആദ്യ നിയോഗമായി വയ്ക്കുകയും അതിനുശേഷം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നടത്തിയ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ച് എന്നോട് പറയുകയാണ്, നമ്മൾക്ക്
വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോലും ഈ കാര്യം ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പരിശുദ്ധമ്മ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുൻപും ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ വളരെയധികം ധ്യാന കേന്ദ്രങ്ങളെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങൊന്നും എനിക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരെ പുറകോട്ട് പോയി തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നത്. ഇന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്ക് ഞങ്ങൾ കുടുംബസമേതം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഉടമ്പടിയുടെ 90 ദിവസം കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഓൺലൈനായിട്ട് വീണ്ടും ഉടമ്പടി എടുക്കുകയും എൻ്റെ നിയോഗങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി സാമ്പത്തികം വേണം. ഞാൻ ഇസ്രായേലിൽ ഒരു ജോലിക്കായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ വളരെയധികം ബാങ്കുകളെ സമീപിച്ചു. ഒരു ബാങ്കും ഞങ്ങൾക്കൊരു ലോണും തരാൻ തയ്യാറായില്ല. ആ ഒരു സമയത്ത് ഞാൻ യാദൃച്ഛികമായിട്ടൊരു ബാങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നി, ആ ബാങ്കിൽ ഒന്ന് കയറി നോക്കാം, ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ അവിടുത്തെ ബാങ്കിലേക്ക് കയറുന്നതിന് മുൻപ് കൃപാസനത്തിലെ ഉപ്പ് ആ വഴിയിൽ ഞാൻ നിക്ഷേപിച്ചു. അതിനുശേഷം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. അവിടെ ചെന്ന് ഞാൻ അവിടെ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത് അതിന് വേണ്ട ലോണ് എത്ര വേണമെങ്കിലും തരാമെന്നാണ്. ഞാൻ പോലും സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ബാങ്കും തരാതിരുന്ന സമയത്ത് പരിശുദ്ധമ്മ ഇടപെട്ട് ഞങ്ങൾക്കതിന് വേണ്ടതായ സാമ്പത്തികം ക്രമീകരിച്ച് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മുംബൈയിൽ വെച്ചുള്ള ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് വളരെ കൂടുതലായിട്ട് ഭയമുള്ള ഒരാളാണ്. ഭയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കത്തില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ നടക്കുമ്പം എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. ഞാൻ അവിടെയും പരിശുദ്ധമ്മയുടെ ഉപ്പ് വിതറിയാണ് എൻ്റെ പേര് വിളിച്ച സമയത്ത് അകത്തോട്ട് കയറിപ്പോയത്. പക്ഷേ എനിക്ക് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് തന്നെ മറുപടി പറയാൻ സാധിക്കുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിനും ഞങ്ങൾ വളരെയധികമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രാവശ്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ പോകുന്ന സമയത്ത് ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ വാഹനം വളരെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. പുറമേ വന്ന ഒരു ടാങ്കർ ലോറി ഞങ്ങളുടെ വണ്ടിക്കിട്ട് വന്നിടിച്ച് പുറകുവശത്തെ ചില്ലൊക്കെ ഫുള്ള് തകർന്നു. അത് കണ്ടു നിന്നവർ പറഞ്ഞു, നിങ്ങളുടെ ഈ വാഹനമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ ഞങ്ങൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് അടുക്കളയിലേക്ക് പണികൾക്കായി കയറി ചെന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം അത് കുന്തിരുക്കത്തിൻ്റെ മണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ദിവസം വന്നു, ഞാൻ വിചാരിച്ചു അടുത്ത വീട്ടിലെ അവിടെ ഒരു രോഗി കിടപ്പുണ്ട്, അവർ അവിടെ എന്തെങ്കിലും കുന്തിരിക്കം പുകയ്ക്കുന്നതായിരിക്കും. രണ്ടാം ദിവസവും കുന്തിരിക്ക മണം വന്നു, ഞാൻ വിചാരിച്ചു അയൽവക്കത്തെ വീട്ടിലെ രോഗിയുടേതായിരിക്കും. മൂന്നാം ദിവസവും ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാൽ അതിന് ശേഷമാണ് എനിക്ക് ബോധ്യം വന്നത് പരിശുദ്ധമ്മയുടെ സജീവ സാന്നിധ്യമായിരുന്നു അതെന്ന്. അതെനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ പരിശുദ്ധമ്മയോട് ക്ഷമ ചോദിച്ചു. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കത് തിരിച്ചറിയാനുള്ളൊരു വിവേകമില്ലാതായി പോയെന്ന് പറഞ്ഞു. പിന്നത്തെ പ്രാവശ്യം ഞാൻ പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും സമയം ഞാൻ കണ്ടെത്താറില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്ത് മടുത്ത് സാധാ അങ്ങ് കിടന്നുറങ്ങും, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സുഗന്ധാഭിഷേകം വന്നു. വളരെ കൂടുതലായിട്ട് വളരെ പഫ് ചെയ്യുന്നത് പോലെ സുഗന്ധം തുടരെ വന്നുകൊണ്ടിരുന്നു.
അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ പ്രെയറിനുള്ള എൻ്റെ മടി അങ്ങ് മാറി. ഞാൻ ഈ പേഴ്സണൽ പ്രെയറിനായി ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് വളരെ നാളുകളിൽ ഈ സുഗന്ധം അനുഭവപ്പെടുകയും എനിക്ക് അത് വരുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കുവാനും പേഴ്സണൽ പ്രെയർ ചെയ്യുവാനും ഒക്കെ വളരെ കൂടുതലായി താല്പര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം കുമ്പസാരം കഴിയുന്നതും ഞങ്ങൾ കുടുംബസമേതം ഒന്നിച്ചു ചേർന്ന് കുമ്പസാരത്തിനായി ഒരുങ്ങുകയും കുമ്പസാരിക്കാൻ പോവുകയും ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഇത്ര വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി.